അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മേത്തിയാണ് കേട്ടോ. നമ്മുടെ ഉലുവൻ്റെ ചെടിയില്ലേ, അതാണ് കേട്ടോ. കറി പരിപ്പിട്ട് കറി, ദാൽ കറിയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ നുള്ളി എടുത്തിട്ട് നന്നായി കഴുകി വെച്ചാണ് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിനാവശ്യമുള്ളതാണ് കുറച്ച് വെളുത്തുള്ളി, 2.5 സ്പൂൺ ഉണ്ട് കേട്ടോ. ഇത്തിരി വെളുത്തുള്ളി കൂടുതൽ വേണം. ഒരു 4 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവോള, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, 2 തണ്ട് കറിവേപ്പില. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുത്ത് ഞാൻ വരാം. അപ്പോൾ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. അതിലോട്ട് 2 വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം. സവോളയും കൂടെ കൊടുക്കാം. ഇതൊന്ന് പകുതി മൂത്ത് വരട്ടെ. നമുക്ക് ഇതിലോട്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം. ഇവിടെ 2 തണ്ട് കറിവേപ്പില. ഇതൊന്ന് നന്നായി വാടി വരട്ടെ. നമുക്ക് ഇതിലോട്ട് നമ്മളുടെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവയിലയാണ്. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട് ഞാൻ. ഇത് നല്ലതാണ് കേട്ടോ, നമ്മുടെ ശരീരത്തിന് ഷുഗർ ഉള്ളവർക്കും ഒക്കെ നല്ലതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പും കൊടുത്ത് കൊടുക്കാം കേട്ടോ. എന്താ ഇത്രയും ഉപ്പും കൊടുത്ത് കൊടുക്കുന്നുണ്ട്. അടച്ച് വയ്ക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടൊരു വലിയൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് കാണിക്കാൻ മറന്നതാണ് കേട്ടോ. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇതിൽ കിടന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ ഒന്നും കൂടെ നന്നായി ഉടഞ്ഞ് ചേരണേ. അപ്പോഴാണ് കേട്ടോ നന്നായിരിക്കുള്ളൂ കറി. ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. നമ്മുടെ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് ഒരു കൈപ്പിടി അളവിൽ
പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ആ പരിപ്പൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ പരിപ്പും കൂടെ നമുക്കിതിലൊന്ന് ചേർക്കുക. നമ്മുടെ സാധാ പരിപ്പാണ് കേട്ടോ, സാമ്പാർ പരിപ്പില്ലേ, അതാണ്. നന്നായി ഇളക്കി യോജിച്ച് നമുക്കിതിൽ കുറച്ച് ഉപ്പ് പോരെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൊടുത്ത് കൊടുക്കാം. ഇത്രയും ഉപ്പും കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യാനുസരണം കുറച്ച് വെള്ളം ഒഴിക്കാം. പക്ഷെ ഒരുപാട് വെള്ളം പാടില്ല കേട്ടോ. ഇതിൽ ലേശം വെള്ളമേ പാടുള്ളൂ. അപ്പം ഞാനൊരു ഇത്രയും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളുടെ മേത്തി പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാവരും കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്ക് ബൈ.